ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമസ്കാരം, സുഖല്ലേ? ഓക്കെ, ആ ലൈറ്റ് ഇടുന്ന ചേട്ടന്മാരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ലൈറ്റൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടേക്കണം. വന്നേക്കണത് മനോജ് ഗിന്നസ് ആണ്. അല്ല, മനസ്സിലായില്ല. അല്ല, നല്ല കളറാണല്ലോ, ആൾക്കാരൊക്കെ ശരിക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. എടാ, നീ കറുപ്പിനെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല. എന്താ? എടാ, കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിനാണ്. നീ എത്രയിലാ കൂട്ടിയേ? ഞാൻ 100-ൽ. ഞാൻ 10-ലാ കൂട്ടിയേ. 7 ഞങ്ങൾക്കും 3 നിങ്ങൾക്കും. എടാ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഈ ആനയുടെ നിറം എന്താ? കറുപ്പല്ലേ? ആ, അത് സമ്മതിച്ചു. പക്ഷെ ആനയുടെ ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ആനക്കൊമ്പ്. അതിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറം എന്താ? കറുപ്പല്ലേ? സമ്മതിച്ച്. പക്ഷെ ഈ കൃഷ്ണമണി ഇരിക്കുന്ന പ്രതലത്തിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, പുരുഷ ലക്ഷണം മീശ. ഈ മീശ കറുപ്പല്ലേ? പക്ഷെ ഈ മീശയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന പല്ലിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. മീശയുടെ കാര്യം ഒന്നും പറയണ്ട, വെളുത്ത മീശ വെച്ച ആൾക്കാരും ഉണ്ട്. വെളുത്ത മീശ എല്ലാവരും കറുപ്പിക്കാറ് പതിവ്, അല്ലാണ്ട് കറുത്ത മീശ ആരും വെളുപ്പിച്ചുകൊണ്ട് നടക്കാറില്ല. അത് ശരിയാണ്. വെളുപ്പിച്ചോ. നേരം വെളുത്ത ഈ വെളുക്കുമ്പോ കുടിക്കുന്ന ചായയിൽ ഒഴിക്കുന്ന പാലിന്റെ നിറം വെളുപ്പല്ലേ? പക്ഷെ ഈ പാല് കറക്കാൻ പറ്റുന്ന മുരുകനെണ്ണാച്ചി കറുപ്പല്ലേ? അല്ലേ? അത് കറക്റ്റാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്ക്. അവരിട്ടേക്കണ കുപ്പായത്തിന്റെ നിറം വെളുപ്പല്ലേ? കുപ്പായം വെളുത്തോട്ടെ, പക്ഷെ അവരുടെ മനസ്സ് കറുപ്പല്ലേ? അല്ലേ? അത് ശരിയാണ്. വെളുപ്പിനെ കുറിച്ച് കറുപ്പിനെ കുറിച്ച് എത്ര പാട്ടാ ഉള്ളത്? എത്ര? എണ്ണക്കറുപ്പിന്റെ 7 അഴക്, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. വെളുപ്പിനെ കുറിച്ച് വല്ല പാട്ടുണ്ട്? വെളുപ്പിനെ പാട്ടുണ്ട്. ഏത് പാട്ട്? സുപ്രഭാതം. വെളുപ്പിനെ പാടുന്ന പാട്ടല്ലേ സുപ്രഭാതം? അങ്ങനെ ആണ് പറയണത്. ഞങ്ങള് വെളുത്ത വർഗ്ഗക്കാർക്ക് കഴിക്കാനുള്ള മദ്യം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് മദ്യം? വൈറ്റ് മിസ്റ്റീഫ്. അങ്ങനെയാണ് ഞങ്ങൾ കറുത്തവർക്ക് മദ്യം ഉണ്ട്. എന്തെന്ന്? ബ്ലാക്ക് ലേബൽ. ആരും ബഹളം വെക്കരുത്. എന്റെ ദൈവമേ, അതൊക്കെ ഫീൽഡാണ്. ആൾക്കാർ മാർദിക്കാൻ പറ. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാൻ ദൈവമേ? രാവിലെ തൊട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കും. ഒരൊറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ ഒരു പൃഥ്വിരാജിനെ പോലത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. ആരെ? പൃഥ്വിരാജിന്റെ പോലത്തെ ആള്. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ? എന്റെ ദൈവമേ, പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കേറ്റി വിടറോ പടപണ്ടാരത്തിന് ഇങ്ങോട്ട്? എടോ, കടന്ന് ചെല്ലടോ. ഇതാണാടാ പൃഥ്വിരാജ്? ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലോടാ. ഇതെങ്ങാനും കടിക്കുക. ഇതെന്താണ് തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് വല്ല കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്താണ് നിന്റെ പ്യാര്? സാബു. കഴിഞ്ഞിട്ടുള്ള ബൂ. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ എടാ സാബു എങ്ങനെ അമ്മ വിളിക്കണേന്ന്. അതല്ല, വീട്ടിൽ എത്ര പേരുണ്ട്? ഈ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. അയ്യോ, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ. ഒരാളെ ഉള്ളൂ? 1 ഡസൻ. അത് ശരി. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? ഈ റബ്ബർ കയറ്റുമതി ചെയ്യുക ഇറക്കുമതി ചെയ്യുക അങ്ങനത്തെ കോർപ്പറേഷൻ? അതല്ല, പിന്നെ ഇത് ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്നിട്ട് നൂലിട്ടിട്ട് കൊടുക്കും 5 രൂപ വാങ്ങും. വീണ്ടും വികസിപ്പിക്കും, നൂലിട്ടിട്ട് കൊടുക്കും 5 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം. അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഞാൻ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നോണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? പാട്ട് പാടും. ഒരു പാട്ടുകാരനെ തപ്പി അടക്കരുത് ഞാൻ. ഏത് ടൈപ്പുള്ള പാട്ടാണ്? പോപ്പാണ്, റോക്കാണ്, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുള്ളൂ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടോ കുടുംബശ്രീ ഒക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടോണ്ട് എഴുതിയൊരു പാട്ട് സാറിന് ശില്പിക്കുക. ഓക്കെ, അയൽക്കൂട്ടം സൂപ്പർ സിറ്റുവേഷൻ. മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം. ഒലക്കേം കൊണ്ടോടി വാ ശാന്തേവാ. ശാന്തേവാ, ശാന്തേവാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്നെ സമ്മതിക്കണം. പക്ഷേ ഷഡ്ജം ഇട്ടിട്ടില്ല. എന്നാന്ന്? ഈ ഷഡ്ജം ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജോ? ഇല്ല, ഇട്ടിട്ടില്ല.
എന്റെ അമ്മച്ചിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. എടോ ഷഡ് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ലെന്ന് എന്തേ പറഞ്ഞത്? എന്തുട്ട്? നേരം വെളുത്ത് എന്റെ പല്ല് വെച്ച് കുളിച്ച് ബനിയനിട്ട് ഷഡ്ജ് ഇട്ട്. അതല്ല ഏ? ഈ സംഗീതത്തിന്റെ ഒക്കെ ഷഡ്ജം. സംഗീതമൊക്കെ ഷഡ്ജ് ഇടാൻ തുടങ്ങിയോ? എടോ അതല്ല, താൻ ഈ പാടിയപ്പോ വെള്ളി ഇട്ടായിരുന്നോ? വെള്ളിയുടെ ഒക്കെ മേടിച്ചിടാനുള്ള സെറ്റപ്പ് ഒന്നും നമുക്കില്ല സാറേ. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്കൊക്കെ 10 രൂപക്ക് 5 എണ്ണം കിട്ടണത്. ഇനിയൊക്കെ പോട്ടെ. ഈ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. ഓ പക്ഷെ പാടി തീരാതായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പൊക്കോട്ടെ, ഞാൻ ബസ്സിന് പൊക്കോളാം. ടെമ്പോയും പോട്ടെ. പോട്ടെ, സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. മാന്യനാണോ വിചാരിച്ച എന്നിട്ട് പറഞ്ഞത് കേട്ടോ. എടോ അതല്ല, ഏ? ഇനിയൊക്കെ പോട്ടെ. നീ ട്യൂൺ ചെയ്യാറുണ്ട്? ഇടയ്ക്കൊക്കെ. ആണാ? ഈ കല്യാണിയാണോ കാദംബരിയാണോ ട്യൂൺ ചെയ്യാൻ കൂടുതൽ എളുപ്പം? ഇത് രണ്ടുമല്ല, പിന്നെ മടത്തറ ശാന്ത. കണ്ണ് കാണിച്ചാൽ മതി, അപ്പൊ തന്നെ പുറകെ പോന്നോളൂ. എടാ ഇതൊന്നും വേണ്ട, സ്വന്തമായിട്ട് കഴിവുകൾ വേണം. അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? ആരാ? ഞാനല്ലേ. നീയാണോ? ആ. എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് പണയം വെക്കാൻ കൊണ്ടു ചെന്ന്, അപ്പൊ അവിടുത്തെ കാര്യം പുള്ളി ഉരച്ചു നോക്കിട്ട് പറയാണ്, ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്നും പറഞ്ഞ ഒറ്റ. അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പൽ ദേ എന്ന് പറയുമ്പോൾ ശിങ്കാരി മേളത്തിന് താളം കിട്ടണത്. സാറൊന്ന് പറഞ്ഞു നോക്കി. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പൽ ദേ അങ്ങനെ പറഞ്ഞാൽ കിട്ടൂല, ഇതുപോലെ പറയണം. എങ്ങനെ? നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ദേ, 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 ദേ. അപ്പൊ ശിങ്കാരി മേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ദേ എന്ന് പറഞ്ഞാൽ മതിയല്ലേ? സാറിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായിയമ്മയുടെ പറഞ്ഞാലും കിട്ടും കേട്ടോ. എടാ ഇതല്ല, ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത്. ഡയലോഗ് പ്രസവേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും, അതിന്റെ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചിങ്ങോട്ട് പറയാം. അതിൽ സൂപ്പറായിട്ട് ഞാൻ പറയും. ഓക്കെ, റെഡി സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി ഈ പച്ചമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഹോ കണ്ട പറയില്ല കേട്ടാ. സൂസൊക്കെ ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്ന് ആരും പറയും. ഇത് സിനിമയിലെ ഡയലോഗാണിത്. ആണാ? മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റ തന്ന് വളർത്തിയില്ലോ. എടാ ഇത് സിനിമയിലെ ഡയലോഗാണിത്. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടവാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. മെനകെട്ടവന് ഇത് സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴുമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളയ്ക്കുവാ തിരുമേനി പുഴുക്കളെ. ഞൊളക്കിയ പുഴുക്കളെന്ന്. അത് തന്നെ, ആ പുഴു എന്ന് പറഞ്ഞ പോകുന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പൊക്കോണം. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാൻ. ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല, അപ്പഴാ പുഴുവിന്. എടാ പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിനെ എടുത്തു പറയണം. അത് ഞാൻ ഓക്കേ, റെഡി സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി. അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 പുഴു. എങ്ങനെയുണ്ടാ പുഴു? ഓടാ പുഴു. എടോ ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലനെ വേണം. സാറേ ഒരു വലിയൊരു ആള് വന്നിട്ടുണ്ട്. ആണോ? ആ. കേട്ടിവിടെ പടമണ്ടാരത്തിന്. സാറേ അവന്റെ പേര് കേട്ട ഞെട്ടും. ആണോ? ആ. വിടവനെ ഇങ്ങോട്ട്. ഏതാണ് ഈ വൈക്കോലും വണ്ടി? എന്തെന്നാണ് നിന്റെ പേര്? ഷിബു പി 8B ബ്ലൂ ഹൗസ്. ഞെട്ടാൻ പറ്റിയൊരു പേര് കൊള്ളാം. ഈ സിനിമയില് വില്ലൻ നീ, അവനാണ് നായകൻ. ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണം. കോക്കാച്ചി. കോക്കാച്ചിനെ മാക്കാനെ കണ്ട തിരിച്ചറിയാൻ മേലേടാ. ഇവനാണ് സിനിമയിലെ നായകൻ. അല്ല ഇവൻ വില്ലൻ, നീ നായകൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. നായകനെ നായകൻ കാറിൽ കൊണ്ട് പോകണം. കാറിൽ കൊണ്ട് വരുന്നല്ല, നായകൻ നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. വില്ലൻ ആ കാറിന് കുറുകനെ ചാടി വീഴുന്നു. കുറുകനെ. ഓക്കെ, നമുക്ക് ടേക്ക് നോക്കാം. ടേക്ക് നമ്പർ 2, സീൻ നമ്പർ 67. റെഡി ആക്ഷൻ. ഓക്കെ, വില്ലൻ കുറുകനെ ചാടുന്നു. കുറുക്കൻ
കൂവിക്കൊണ്ട് വണ്ടി കടി പോയതാ. എടാ കുറുക്കനെയും കൊണ്ട് ചാടാനല്ല, വില്ലൻ കാറിന് വട്ടം ചാടി വീഴുന്നു. പിന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ കാറിന്റെ സൈഡിൽ മാറുന്ന ഡയലോഗ് പറഞ്ഞാ ആ, പറയാം. ആരാടാ നീ? ഷിബു പിപി 8B അത് നിന്റെ പേര്. നീ ചോദിക്കണം ആരാടാ നീ? ആരൻ നിനക്കേ വേണ്ട ഒറ്റയടിക്ക് മുട്ടുകാലി എന്നോടല്ല, നീ അവനോട് ചോദിക്കണം ആരാടാ നീ. വേടോ നല്ല രസമുണ്ട്, ഇണചേരാൻ പറ്റിയ വകുപ്പ്. സാബു. എടാ അത് നിന്റെ പേര്, നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരറ്റ് തിന്നെ ഞാൻ മുയലാണോ? എടാ മൊയിലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണം. ഇവിടെ പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പ്യാര്. ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട്. വേറെ പേര്? അത് ഞാൻ കലക്കും. കറക്റ്റായിട്ട് പറഞ്ഞോളാം, കേട്ട് പഠിച്ചോളണം. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഒന്ന് ഞെട്ടി ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയരുത്, നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡി. എടാ കോതമംഗലത്ത് കുമ്പളെങ്കിലും പോണ കാര്യമല്ല, ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഇത് വേണ്ട, നമുക്ക് വേറെ കളി കളിക്കാം. ഇത് ഷൂട്ടിംഗ് ആണ്. നിന്റെ സാബു എന്നുള്ള പേര് മതി. അത് മതി സാറേ. മറ്റത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. ആ. നിനക്ക് ഇങ്ങനെ പറയാവോ? എങ്ങനെ? ഞാൻ ഏതാണ്ട് കണ്ട ഷാട്ടി. ഇതും വേണ്ട. വേണ്ടേ? ഇനി നിന്റെ ഡയലോഗ്. എന്റെയാണോ? നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ? നിനക്ക് പരിപ്പോട വേണോ അതോ പിണ്ണാക്ക് വേണോ? പൊറോട്ട മതിടാ. അവന് പുറത്തിറച്ചി മതി. അയ്യോ ഇതൊന്നും വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. ഞാൻ പറയണ കേട്ട അക്ഷരസ്ഫുടതയോട് പറ. ആ. കടപ്പുറത്ത്. അല്ല കടക്ക് പുറത്ത്. ഇതൊന്നും വേണ്ട. ഇവിടെ അടുത്ത ഡയലോഗ്. അതായത് നിന്റെ ഡയലോഗ്. എന്റെയാണോ? എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം? അത് വേണ്ട. അത് വേണ്ട, ഇല്ല കുറവാ. അതാണ്. ഇനി നിന്റെ ഡയലോഗ്. നീ പോയി കിടന്നുറങ്ങ്. ഓക്കെ. എവിടെ പോണ് പറയുമ്പോ പറയും. എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട്. എടാ നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും നിന്റെ ഡയലോഗാണ്. നീ ഇവരോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ഓക്കേടാ. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെച്ച് പോയി കിടന്ന് ഉറങ്ങണം. ഇത് ഡയലോഗാണ്, കുറച്ച് കട്ടിക്ക് പറ. നീ പോയി കട്ടിക്ക് കിടന്നുറങ്ങ്. എടാ കുറച്ച് ഭാവത്തിൽ പറയാൻ. നീ പോയി ഭാവത്തിൽ കിടന്നുറങ്ങ്. എടാ അങ്ങനെയല്ല, കുറച്ച് വികാര പരവശനായിട്ട് പറ. വികാരം. വികാരം കൊള്ളിക്കാനായിട്ട്. എടാ ഇത് വേണ്ട, ഡയലോഗായിട്ട് പറ. നീ പോയി കിടന്നുറങ്ങ്. നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങും. പിന്നെ മണി കിട്ടി. ഇതെന്റെ നാക്ക് കെട്ടുപണിഞ്ഞ് ഞാൻ ചാകാനുള്ള പരിപാടി. എടാ നിന്റെ ഡയലോഗാണ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങുമ്പോ എടാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞല്ല. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഒരു മെഴുകുതിരി എത്തിച്ചാ പോരെ. സീറോ ബൾബ് മതിയെന്ന്. എടാ ഇതൊന്നും വേണ്ട. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് പാക്കപ്പ് ആണ്. പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല. അവസരമില്ലേ? ഇല്ല. അയ്യോ സാർ അങ്ങനെ പറയാ. പാക്കപ്പ് പറഞ്ഞ പാക്കപ്പ്. സാറേ അങ്ങനെ പറയാ. പാക്കപ്പ്. എടാ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. ഈ സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് ചാലക്കുടി. ചാലക്കുടി. ഈ കഴിഞ്ഞ ആഴ്ച ചാലക്കുടി വന്നായിരുന്നു. എവിടെ? നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബാക്കിൽ നാടകനടി രമണി ചേച്ചി താമസിക്കണല്ലേ. ഉവ്വ. ഈ രമണി ചേച്ചിയുടെ മൂത്ത മോൾ അനിതരെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ. എന്റെ പൊന്നു സാറേ ആ ഫാമിലി അറിയാവുന്നോണ്ട് പറയാണ്. ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട ചീത്തപ്പേരുണ്ടാവും. ഒന്നാം തരം ഫാമിലിയെ കുറിച്ച് കുറ്റം പറയരുത്. സാറേ കൊള്ളില്ലാത്ത ഫാമിലിയാണത്. കൊള്ളാവുന്ന ഫാമിലിയെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്. സാറേ കൊള്ളില്ലാത്ത ഫാമിലിയാണത്. ഈ നാടകനടി രമണി ചേച്ചിയുടെ മൂത്ത മോൾ അനിത ഉണ്ടല്ലോ, മലബാർ ഗോൾഡാ. മനസ്സിലായില്ല. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. രണ്ടാമത്തെ മോളുണ്ടല്ലോ അഞ്ജലി, ആലുക്കാസ് ജ്വല്ലറിയാ. മനസ്സിലായില്ല. എന്നും ഒരു പണത്തൂക്കം മുൻപിൽ. അങ്ങനെയാണ് ഇവരമ്മ രമണി ഉണ്ടല്ലോ, അറ്റ്ലസ് ജ്വല്ലറിയാ. മനസ്സിലായി. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഓടാ അവിടുന്ന്.
മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി, അതുപോലെ തന്നെ രസികരാജയുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം. ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ്. സുഭാഷ് ആരെയാണ് അനുകരിക്കുന്നത്? ആദ്യമായിട്ട് ബഹദൂർ. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഹദൂർ. എൻ്റെ പൊന്നു സാറന്മാർ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, അറിയാണ്ട് ചെയ്തു പോയതാണ് മാനെ. കോമാളി കരഞ്ഞ ജനം ചിരിക്കും. ബാവുമോനെ, എൻ്റെ നമ്പർ എപ്പോൾ വരും മോനെ? അടുത്തായിട്ട് സതീഷ് ഒളേരി. കൊച്ചു പ്രേമൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചു പ്രേമൻ. അയ്യാ, എനിക്ക് ഈ പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ചക്രത്തിൻ്റെ കള്ളും പുറച്ചിയും കോഴിയും പേടിക്കുക എന്ന ജപ്തിലെന്ന് കരുതിയിടൂ. ഇട മതിരാശി പിടിക്കിടൂ, ഇട പെണ്ണിന് പിടിക്കുക തൊട്ട് തൊട്ടില്ല തൊട്ട്. അയ്യാ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഏത് നടിയാണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ. എന്നോട് ഒത്തിരി ഇംഗ്ലീഷ് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ പറയോ? എടാ ദിലീപേ, പഠിക്കുന്ന കാലത്തും അതേടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ PDC റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഞാൻ തോറ്റു. അതെങ്ങനെ? 24 മണിക്കൂറും പഠിപ്പ് തന്നെ പഠിപ്പ്. മേഘനാഥൻ. മേഘനാഥൻ. മലയാള സിനിമയിലെ അതുല്യനായ നടൻ ബാലൻ കെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ. തള്ളേ, മോന്റെ പോലീസുകളെ എത്ര നന്നല്ല. വെട്ടി തുണ്ടാക്കി പുല്ലിനും ചൊല്ലിനും മേലെ തിന്നാനായിട്ട് കൊടുക്കും. ഇത് പുലിമുറ്റി തലക്ഷ പറയുന്നേ. പൊക്കോ. താങ്ക് യു സുഭാഷ്. സതീഷ്. വിജയരാഘവൻ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ വിജയരാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. 3 നേരം കൊന്തെത്തിച്ച് പള്ളിമേടന് കാളേച്ചറാണെങ്കിലേ നിനക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും. നടേശ കൊല്ലണ്ട. താങ്ക് യു സതീഷ്. അരുൺ. അടുത്തത് ഒരു തമിഴ് നടിയാണ്. ആരാണ്? കോവൈ സർല. തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി. என்னது இது? டிவி எல்லாம் தனியா ஆஃப் ஆகுது. இந்த வீட்டுக்குள்ள பேய பிசாசம் நுழைஞ்சிருக்கீங்களா? சார், என் தம்பிக்கு ஒரு சட்டை கொடுங்க சார். ஸ்மியாகிதனை ஸ்மியாகிதனை ரகசிய ஸ்மியாகிதனை പിച്ച് പുടാ പിച്ച്. ആഹാ. എന്ത്? ഞാൻ മിമിക്രിയാ. എന്ത് മിമിക്രി? മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാം. എന്ത് മിമിക്രിയാ? ട്രെയിനിന്റെ സൗണ്ട്. എടോ, ട്രെയിനിന്റെ ശബ്ദമൊക്കെ ഈ ഇരിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ അവതരിപ്പിക്കും. ചേട്ടാ കേട്ടു. അന്ന് കേട്ട് നോക്കട്ടെ. ഇതാണ് ട്രെയിൻ. വെറൈറ്റി ഉണ്ട്. എന്ത് വെറൈറ്റി? ഈ ട്രെയിൻ ആ, ഒരു ഗുഹയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളാം. ട്രെയിൻ ഗുഹയ്ക്കകത്തോടി പോണ ഒരു മിമിക്രിക്കാരെ അവതരിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തോടി പോകുന്നു. ശ്രദ്ധിക്കുക. വേറെന്താ? കുതിരയൊക്കെ എല്ലാവരും അവതരിപ്പിക്കണം. ഒന്ന് എടുത്തു നോക്കട്ടെ. മതി മതി, പല്ലൊക്കെ ചാടിപ്പോവും. ഇതാണ് കുതിര. വെറൈറ്റി ഉണ്ട്. എന്ത് വെറൈറ്റി? ഈ കുതിര ഒരു ഗുഹയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളാം. കുതിര ഗുഹയ്ക്കകത്തോടി പോണ ആരും അവതരിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരു കുതിര ഗുഹയ്ക്കകത്തോടി പോകുന്നു. ശ്രദ്ധിക്കുക. ഇതാണ് ഗുഹയ്ക്കകത്തോടി പോണേ. താൻ വല്ല നടന്മാരെ അവതരിപ്പിച്ചു. സത്യമാഷ്. ഓക്കെ, മലയാള സിനിമയുടെ ആദ്യകാല സൂപ്പർ സ്റ്റാർ ശ്രീ സത്യൻ മാഷ്. അമ്മേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 വർഷമായി. ഇത്രയും കാലമായിട്ടും എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു തീർത്ഥാടനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിറ്റം നിറയെ കുട്ടികൾ. ശാന്ത ചേരിയാണോ ചേട്ടാ? അല്ല, നല്ലവളാണ് അമ്മച്ചി, വളരെ വളരെ നല്ലവളാണ്. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. സത്യമാഷിന്റെ വെറൈറ്റി ഉണ്ട്. സത്യമാഷിന്റെ വെറൈറ്റി അല്ല, അതുമല്ല, ചെമ്മീൻ. അത് ടോപ്പ്. അതിന് ടോപ്പ് ഏതാ? സത്യമാഷിനെ ഒരു ഗുഹയ്ക്കകത്ത് വിടട്ടെ.
അടുത്തായിട്ട് സുഭാഷ്. അടുത്തായിട്ട് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മലയാള സിനിമയുടെ കറുത്തമുത്ത് ശ്രീ കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രേമികളെ, എന്താ കൈയടിക്കാണ്ടിരിക്കണേ? അടിപൊളിയായിട്ടൊന്ന് കൈയടിച്ചേ. സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ്. ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഇളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു. സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. കുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണുമാ. അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ. മലയാള നാടകവേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു. എടാ ജോസ്, പാട്ടി തെണ്ടി കടവറ മോനെ, നിനക്ക് എത്ര നീണ്ട? 1 ലക്ഷമല്ല, 10 ലക്ഷം 10 ലക്ഷം പലിശയും അതിൻ്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാകും. എൻ്റെ അടുത്ത കള്ളി അടി സക്കേ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. മുകേഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ്. മാലു നില്ല് നില്ല് ചെല്ല്. എന്തോന്ന് അളിയ മായൻകുട്ടി ആനപ്പാറയില മറ്റേ അവളില്ലേ മാലു, അവളുമായിട്ട് ലൈനായി തോന്നുന്നേ. അളിന് ദൂരെ പോയില്ലേ? ചെന്നാട്ടെ. അടുത്ത തമിഴിൽ നിന്ന് പ്രഭു. തമിഴ് സിനിമയുടെ മറ്റൊരു താരം ശ്രീ പ്രഭു. பிரியமுள்ளோரே நமஸ்காரம். நான் உங்கள் பிரபு பேசுகிறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும். அந்த ஆசை காலாப்பாணி படம் மூலமாக நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரர் மோகன்லால், திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசைஞானி இளையராஜா, எம்ஜி ശ്രീകുമാർ, ചിത്ര ഇവர்கள் പാടിയ പാട്ട് ഒന്ന് കേൾപ്പോമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടിക്കണം, മുന്നാടി വന്ന് അടിക്കണം, അത് അമ്പളയ്ക്ക് അഴക് വർദ്ധമാ. താങ്ക് യു സുഭാഷ്. സതീഷ്. കമലഹാസൻ. ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം ശ്രീ കമലഹാസൻ. എല്ലാം സിയോമയ മണക്ക്, നാട് ഭയ മണക്ക്, കാട് ഭയ മണക്ക്, കൂട് ഭയ മണക്ക്, കുളം ഭയ മണക്ക്, നன்று കണ്ടാലും ഭയ മണക്ക്, ചെണ്ട് കണ്ടാലും ഭയ മണക്ക്, കടിക്കുന്ന നായും പൂണ என்று ഇളയും ഭയ മണക്ക്. மற்ற வேலை வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா? அதுக்கும் தப்பாம் 10,000 ரூபா தேவை. என்னோட திரு சட்டம் நீடி நாயம் എന്നാണ് എനിക്ക് നാട് ഇല്ല, നാട് ഇല്ല, ഞാൻ നിൽക്കുന്ന പുള്ള തന്നെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സതീഷ്. എന്താണ് ഒറ്റ നിറഞ്ഞ ആരാ? ബാലേന്ദ്ര മേനോൻ. ബാലേന്ദ്ര മേനോൻ എന്ന് പറയും. ഇത്ര ചിരിക്കാനെന്തുള്ളത്? അത് കേട്ടോ കേട്ടുക. മലയാള സിനിമയുടെ കഥാ, തിരക്കഥ, സംഭാഷണ, സംവിധാനം എന്നിവയിലുപരി നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്ര മേനോൻ. എടാ, എനിക്ക് തൃപ്തിയാണ് കൂട്ടാ. എടാ, എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ ദണ്ണം മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ലടാ. എടാ, എനിക്ക് സിനിമയില്ല, എനിക്ക് സീരിയലില്ല, എനിക്കൊന്നുമില്ല. എല്ലാവരും എന്നെ മറന്നു കൂട്ടാ. ഞാൻ പോയിട്ട് ഇനിയും വരത്തില്ല. അടിപൊളി. പുള്ളിക്ക് ഒരു ചെറിയ വെറൈറ്റി ഉണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോന്റെ വെറൈറ്റി. മറ്റൊരു വെറൈറ്റി. എന്ത് വെറൈറ്റി? പുള്ളിക്ക് സിനിമ സീലൊന്നുമില്ലല്ലോ. ഇല്ല. ഒരു ഗുഹക്കകത്ത് വിട്ടാലോ? അടുത്തായിട്ട് സുഭാഷ്. അടുത്തായിട്ട് പ്രകാശ് രാജ്. പ്രകാശ് രാജ് തമിഴ് സിനിമയുടെ മലയാളത്തിലെ ഏറെ തിളങ്ങിയ ശ്രീ പ്രകാശ് രാജ്. ஹாய் சல்லா, ஐ லவ் யூ. அழமாட்டமா, அழுதா துக்கம் வெளியில் போயிடும். துக்கம் வெளியில் போச்சுன்னா கோபம் கலைஞ்சு போயிடும். என் கோப கலை கூட உள்ளுக்குள்ள தீட்டி வச்சிருக்கேன். அவனை பிடிச்சி என் கையில் வச்சு மாவான சல்லா, ஐ லவ் யூ. താങ്ക് യു. അടുത്തായിട്ട് അരുൺ. പൃഥ്വിരാജ് മലയാള സിനിമയുടെ യുവതാരം ശ്രീ പൃഥ്വിരാജ്. ഇതേത് അമ്പിളിയുടെ കൊട്ടേഷൻ അബ്ബായി.
ഇനി ഇതിൻ്റെ പേരിൽ നീയോ നിൻ്റെ ഗ്യാങ്ങിൽ ആരെങ്കിലോ അവിടെ തപ്പണ ചാമ്പണ ചെന്ന ഗ്യാങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങ്ങളെ കാണേണ്ട പോലെ കാണണം. അതാണ് ശരി, അതേ ശരിയാവൂ. കൊട്ടേഷൻ ഓക്കെ ബൈ. താങ്ക് യു അരുൺ. സതീഷ്. വടിവേലു. തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു. കടലാക്കടിയൊപ്പ് ആകളിയൊപ്പ് കൊളപ്പടിക്കൊപ്പ് ആകുളുപിടിക്കൊപ്പ് അപ്പ് മാപ്പിള വെച്ചിട്ടേണ്ട അപ്പ് വേടാ അഴുതുടുക ரொம்ப വലിക്കത്. താങ്ക് യു സതീഷ്. സുഭാഷ്. അടുത്തായിട്ട് 2 താരങ്ങളാണ്. ആരൊക്കെയാണ്? കൗണ്ടമണിയും സെന്തിലും. തമിഴ് സിനിമയുടെ മറ്റു ഹാസ്യതാരങ്ങളായ കൗണ്ടമണിയും സെന്തിലും. ஓஹோ ஆபீசர், இது யாருங்க சன்னுங்களா? பேர் என்ன சொன்னீங்க? என்னது அரவிந்த் சாமியா? அடுப்புல வந்து சாமின்னு வையுங்க, அதுதான் கரெக்டான பேர். ஐயோ, குட் மார்னிங் ஆபீசர். அண்ணி என்னன்னு சொல்றீங்க? முத்தலகு பாட ஆரம்பிக்க நாங்கள் நிறுத்தடி போனதில்லை. நான் தானே பத்திரம் வாக்கே முத்தலகு ஆரம்பி அண்ணன் வரட்டுமாண்டே. താങ്ക് യു സുഭാഷ്. താങ്ക് യു. അടുത്തായിട്ട് സതീഷ്. വിവേക്. തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് ശ്രീ വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பு என்ன வார்த்தையை கேட்டால் தமிழ்நாடு கூந்தலிக்கும். ராம் கருப்பு லட்மன் கருப்பு அம்பகும்பி அம்பகம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார் காக்க பிரியாணியா? காக்கவா. താങ്ക് യു. അടുത്തായിട്ട് വിജയ്. തമിഴ് സിനിമയുടെ ചിന്ന ദളപതി ശ്രീ വിജയ്. லவ் என்றது காலேஜ் லைப்ரரி படிக்கணும் புக்கு மாதிரி. இது யாருக்கு வேணும் படிக்கிறோம். இங்கே கல்யாணத்தை பற்றி இங்கே வீட்டாருக்கு தெரியலன்னு தெரியலடா. ஏன் கேட்குற? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சர்ற வெடி. டே ரிலாக்ஸ் டா ரிலாக்ஸ். താങ്ക് യു. അടുത്ത അയ്യപ്പൻ ബൈജു. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ചേറെ ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് പുന്നപ്ര. വഴിയരികിലുപ്പതിനായി ചിരിച്ചു നിൽക്കും ബൈജു, അടികിട്ടിയാലോടിക്കുള്ളി കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു കേട്ടോ. ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, ഡെയിലി ഞാനടിക്കും. അയ്യോൻ്റെ അമ്മച്ചേ. താങ്ക് യു. അടുത്തായിട്ട് ജാഫർ. 8 സുന്ദരികളും ഞാനും എന്ന സീരിയലിലൂടെ ഗൂർഖയെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി. പടച്ചോനെ, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടാ ഞാൻ ഓടുവാൻ നോക്കണേ. 4 5 5 10 30 ഓറഞ്ചോ ഇരിക്കുന്ന പ്രാന്താണോ? മാറി പൊളിക്കാൻ പറ്റിയ തലയിൽ പോയി. താങ്ക് യു സതീഷ്. ഇനി ചേട്ടാ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അതെ, അതെ. പേരെന്താ? ഷൈജു. ഷൈജു. പെട്ടെന്ന് വിളിക്കേ. അനിയനാണാ? വേഗം വാ. എന്താ അവതരിപ്പിക്കുന്നത്? ഞാൻ നടന്മാരെ അനുകരണമൊന്നുമല്ല, പ്രകൃതിയിലെ വ്യത്യസ്തമായ പക്ഷികളെ മൃഗങ്ങളൊക്കെ പക്ഷി മൃഗാദികളുടെ ശബ്ദമാണ്. നല്ലതല്ലെങ്കിൽ ഒരു വിവരം അറിയിക്കും. ആണോ? നല്ലതാണെങ്കിൽ നമുക്ക് കൈയടിക്കാം കേട്ടോ. പ്രകൃതിയിലെ പലതരത്തിലുള്ള പക്ഷി മൃഗാദികളുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്. പെട്ടെന്ന് ആയിക്കോട്ടെ. ആദ്യമായിട്ട് പക്ഷികളുടെ ശബ്ദം. പക്ഷികളുടെ ശബ്ദം ഡിലേ ആയിട്ട് തരണം. ഡിലേ കിട്ടുതരും. അവതരിപ്പിക്കട്ടെ? ആ, അവതരിപ്പിച്ചോ.
നമ്മളോ? സോറി, നമ്മളല്ല, സ്ത്രീകൾ. സ്ത്രീകൾ. അവർക്കായിരിക്കും കൂടുതൽ പരിചയം. അതെ. മീൻ മുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോൾ സങ്കടം വരും. പൂച്ച അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? ഇങ്ങനെ. അപ്പൊ തൊട്ടടുത്ത് മറ്റൊരു പൂച്ച വന്നാൽ ശബ്ദത്തിനൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴത്തെ പൂച്ച പൂച്ച പോകട്ടെ, താരങ്ങിടുവാ. പൂച്ച പോകട്ടെ. അങ്ങനെ പൂച്ചേനൊക്കെ എറിഞ്ഞ് ഓടിച്ച് അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ചയെ തേടി വരുന്ന കാടമ്പൂച്ചയുടെ ശബ്ദം. ലൈനടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഉറക്കമുളച്ചിരുന്ന് ഇതാണ് പരിപാടി. ഈ പ്രണയം ഇവിടെ അവസാനിച്ചു. അടുത്ത പ്രസവമാണ് പൂച്ചയുടെ. എന്താ പൂച്ച എന്താ മുട്ടയുള്ളതാണ്? അല്ല, പ്രസവം തന്നെ. എന്റെ ഭാവനയിൽ പൂച്ചയുടെ പ്രസവം ഭാവനയിൽ. അതെ. ഓക്കെ. അയ്യോടാ, ആശുപത്രി പോവാ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാജുലേഷൻ, താങ്കൾ ഒരു അച്ഛനായിരിക്കുന്നു. പൂച്ച. അത് വേണ്ട. പൂച്ച. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. പട്ടികളുടെ ശബ്ദം. അതെ, പണക്കാരന്റെ വീട്ടിലെ പട്ടിയും പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടിയും കുരയ്ക്കുമ്പോൾ ശബ്ദ വ്യത്യാസം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി എങ്ങനെ കുരയ്ക്കാൻ ശ്രദ്ധിക്കാം. അതൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. ഏതെങ്കിലും വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാവും. ഏത് പട്ടിയായാലും വിശന്നാൽ ഒരു ശബ്ദമേ ഉള്ളൂ, ആ ശബ്ദം. ഈ ശബ്ദം. അടുത്ത പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടവന്റെ വീട്ടിൽ നടക്കുന്ന പാല് കറവയാണ്. പാല് കറവ. പശുവിന്റെ പാല് കറന്നെടുക്കുമ്പോണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കറവ എങ്ങോട്ടും ശ്രദ്ധിക്കാം. പൊട്ടിയില്ല. പൊട്ടൂലേ, തകിടിന്റെ മോള് വെള്ളാക്കിയതാണ്. വെടിക്കെട്ടല്ല. അല്ലല്ല, കറവ തുടങ്ങട്ടെ. തുടങ്ങിയോ? അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ കറവയാണ്. പക്ഷെ എല്ലാ പണക്കാരും അങ്ങനെ ചെയ്യാറില്ല. പിശുക്കാന്മാർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അവർ അകട്ടിന്റെ മുകളിൽ വെള്ളം നാക്കൂല, കറവ അങ്ങോട്ട് തുടങ്ങും. തുടങ്ങട്ടെ. കഴിഞ്ഞ നമ്മൾ വിചാരിക്കും, പക്ഷെ കഴിഞ്ഞില്ല. ഇങ്ങനെ പരിപാടി തുടങ്ങാൻ പോകുന്നേ. തുടങ്ങട്ടെ. അമ്മേ, അകിട്. അവർക്ക് എന്താ അകിട്? കഴിഞ്ഞില്ല, പാത്രം വെച്ച് രണ്ട് കൈ കൊണ്ടു ഉള്ള തീർത്തും പോരട്ടെ. ഈ കരച്ചിൽ കേട്ടാലെ കറവ നിർത്തും. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. പ്രസവിച്ച് വീണ ഉടനെയുള്ള കൈക്കുഞ്ഞിന്റെ ശബ്ദം. ഈ കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാനാ? സോറി, നമ്മളല്ല, അമ്മമാരെന്ത് ചെയ്യും? താരാട്ടുപാട്ട് പാടും. ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് അവതരിപ്പിക്കും. താരാട്ടുപാട്ട് കുഞ്ഞിന്റെ ശബ്ദം ഒരുമിച്ച് അവതരിപ്പിക്കും. അന്നൊന്ന് കാണട്ടെ. അടുത്തൊരു എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് കട്ട് ചെയ്യുന്നു. ഓക്കെ.
ഇതേ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യും. പ്ലൈവുഡ് കിട്ടിയതോ? ഇതേ ബ്ലേഡ് വെച്ച് അലൂമിനിയം ചാനൽ കട്ട് ചെയ്യും. കട്ട് ചെയ്തോ? അടുത്ത ടീഷർട്ടിന്റെ സിബ് വലിക്കുമ്പോൾ ശബ്ദമാണ്. വലിച്ചോ? ഈ ടീഷർട്ട് വികൃതിയെ കുട്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിലോ? എന്താ സ്ഥിതി? അവർ ടീഷർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്നൊരു കേട് വരുത്തും. കേട് വന്നു കഴിഞ്ഞാലോ? എന്താ സ്ഥിതി? പോയല്ലോ മാമ. പോയി. അയ്യോ പോയല്ലോ. ആ ഒരു രക്ഷപ്പെട്ട്. അടുത്തതായിട്ട് ഒരു തുരുമ്പ് പിടിച്ച് ഇരുമ്പ് കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുമ്പോൾ ശബ്ദമാണ്. കോരിക്കോ? നീ ബക്കറ്റ് കിണറ്റിലേക്ക് ഇടുകയാണ്. കിട്ടോ? ഇതോടുകൂടി എന്റെ മിമിക്രി ഇവിടെ കഴിഞ്ഞു. കഴിഞ്ഞു. പ്രിയമുള്ളവർ, ഇത്രയും നേരം മിമിക്രി അവതരിപ്പിച്ചത് കേരളോത്സവത്തിൽ 3 പ്രാവശ്യം മിമിക്രിക്ക് 1ാം സമ്മാനം നേടിയ ഷൈജു കാലിക്കറ്റ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഇനി വേദിയിലെത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം സനത് ജയസൂര്യ. Cricket is the secret of my energy. And ke puche tamno na baat pare. Single single mandir te sul maile. Single single simba single single. Thank you very much. My soul.